വീഡിയോയിൽ കുറച്ച് ജർമ്മൻ അബ്രിവിയേഷൻസ് നോക്കാം. സോ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും കുറേയൊക്കെ. സോ ഒരു 9 അബ്രിവിയേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന്റെ മീനിങ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ എന്ന് പറയുന്നതാണ് zum Beispiel, അതായത് സെറ്റ് പിന്നെ ബേ വരുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും. zum Beispiel ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ ബെർലിൻ gibt es viele tolle Orte, zum Beispiel that dog. ഓക്കെ, സോ അതൊരു എക്സാമ്പിൾ ആണ്. സോ zum Beispiel ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു അബ്രിവിയേഷൻ തന്നെയാണ്. സോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസഡും ബിയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സ്പേസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ അബ്രിവിയേഷൻ. സോ രണ്ടാമത്തെ എന്ന് പറയുന്നതാണ് das heißt. das heißt എന്ന് പറയുമ്പോൾ ഡേ ഹ എന്നുള്ളതാണ്. സോ das heistന്റെ മീനിങ് എന്ന് പറയുന്നതാണ് ദാറ്റ് മീൻസ് എന്നുള്ള മീനിങ് ആണ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാന്നുണ്ടെങ്കിൽ das Konzert findet am Samstag, das heißt morgen statt. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. സോ ഓർക്ക് das heißt എന്ന് പറയുന്നതാണ് ദാറ്റ് മീൻസ് എന്നുള്ളൊരു മീനിങ് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നതാണ് zum Teil, അതായത് സെറ്റ് ആണ് വരുന്നത്, സെറ്റ് കൂട്ട് ആണ് വരിക. സോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് പാർഷ്യലി അല്ലെങ്കിൽ ടു സം എക്സ്റ്റെൻഡ് എന്നുള്ളൊരു മീനിങ് ആണ് വരിക. സോ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാന്നുണ്ടെങ്കിൽ ദി Antworten der Studenten waren zum Teil falsch, aber mehrheitlich richtig. സോ ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ വരിക. സോ നമ്മൾ നോക്കുമ്പോൾ zum Teilന്റെ മീനിങ് എന്ന് പറയുന്നത് പാർഷ്യലി അല്ലെങ്കിൽ ടു സം എക്സ്റ്റെൻഡ്. ഓക്കെ, ഇതാണ് zum Teilന്റെ മീനിങ് വരിക. സോ നാലാമത്തെ എന്ന് പറയുന്നതാണ് Beziehungsweise, ഇത് റെസ്പെക്റ്റീവ്ലി എന്നുള്ളൊരു മീനിങ് ആണ്. അല്ലാതെ തന്നെ അതിന് 3 ഡിഫറെൻറ്റ് മീനിങ്സ് ആണുള്ളത്. സോ നമുക്ക് എക്സാമ്പിൾ വൈസ് നോക്കിപ്പോം. സോ ആദ്യത്തെ എക്സാമ്പിൾ പറയുന്നത് ലിയ മാർച്ച് eine Deutschkurs, Beziehungsweise eine Videokurs im Internet. എന്താ പറയുക, ലിയ പഠിക്കുന്ന ഡോഷ് കോഴ്സ് പഠിക്കുന്നുണ്ട്. ടു ബി പ്രിസൈസ് പറയുമ്പോൾ അവർ വീഡിയോ കോഴ്സ് ആണ് ചെയ്യുന്നത്, അതായത് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് മീനിങ്. അതായത് അപ്പം നമ്മുടെ Beziehungsweise വന്ന മീനിങ് എന്ന് പറയുന്നത് ടു ബി പ്രിസൈസ് എന്നുള്ളൊരു മീനിങ് ആണ്. സോ അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ das Konzert findet Beziehungsweise bei guten Wetter draußen statt. അതായത് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, അതായത് ഉദ്ദേശിക്കുന്നത് ഓർഡർ ഇല്ല അന്തർ ആൻഡ് ഫോൾ എന്നുള്ളൊരു മീനിങ്, അതായത് ഓർ ഇൻ അതർ കേസ് എന്നുള്ള മീനിങ് ആണ് അതിന് വരുന്നത്. അതായത് Beziehungsweise തന്നെ വരുന്നതാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ടു ബി പ്രിസൈസ് ആയിരുന്നു, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇൻ ദ അതർ കേസ് ആണ്. സോ നമ്മൾ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ wir schaffen uns am Donnerstag Beziehungsweise am Freitag wenn du Zeit hast. സോ അവിടെ മീനിങ് എന്ന് പറയുന്നത് ഫാൾസ് നിഷ്ഠ ആ ദെൻ ബി, അതായത് ഇഫ് നോട്ട് എ ദെൻ ബി എന്നുള്ളൊരു മീനിങ് വരുന്നത്. സോ Beziehungsweise 3 മീനിങ് ആയപ്പോൾ ഞാൻ കംപ്ലീറ്റ് പറഞ്ഞു. ടു ബി പ്രിസൈസ് പറഞ്ഞു, പിന്നെ ഇൻ ദ അതർ കേസ് പറഞ്ഞു, പിന്നെ ലാസ്റ്റ് വരുന്നത് നോട്ട് എ ദെൻ ബി. ഇത്രയും മീനിങ് ആണ് Beziehungsweise എന്ന് പറയുന്ന അബ്രിവിയേഷൻ വരുന്നത്. സോ അഞ്ചാമത്തെ എന്ന് പറയുന്നതാണ് ഉത്സവമായിട്ട്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, എക്സെട്ര എന്നുള്ളൊരു മീനിങ് ആണ്. സോ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷസ് ആപ്പിൾ ഒറാങ്ക് ഉത്സവമായിട്ട്, അതായത് ഞാൻ ആപ്പിൾ കഴിക്കുന്നുണ്ട്, ഓറഞ്ച് കഴിക്കുന്നുണ്ട്, എക്സെട്ര എന്നുള്ളൊരു മീനിങ് ആണ്. സോ ആറാമത്തെ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എന്ന് പറയുന്ന ഒരു അബ്രിവിയേഷൻ ആണ്. സോ മീനിങ് വരുന്നത് ഇൻക്ലൂഡിങ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എന്നുള്ളൊരു മീനിങ്. സോ നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ der Preis Betrag 65 Euro ഇൻക്ലൂസീവ് മേർ വെറ്റർ ടോയർ, അതായത് ഇൻക്ലൂഡിങ് സംതിങ്, അതായത് ഇൻക്ലൂഡിങ് ടാക്സ് എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇൻക്ലൂസീവ് എന്ന് പറയുന്ന അബ്രിവിയേഷൻ വരുന്നത്. പിന്നെ ഏഴാമത് വരുന്നതെന്ന് പറയുന്നതാണ് സിർക്ക, അതായത് സേ ആണ് വരെ സിർക്ക അല്ലെങ്കിൽ ഉൻകെഫെയർ ആണ്. സോ അതിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു മീനിങ് പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്നുള്ളൊരു മീനിങ് ആണ്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി കോമൻ എൻഷുള്ളിക്കും സി ബെക്കോമൻ ദസ് പാക്കറ്റ് ഇൻ സിർക്ക 5 Tage. സോ അതായിരിക്കും ഒരു എക്സാമ്പിൾ പറയാം. സോ അതായത് ഇൻക്ലൂഡിങ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇത്ര ദിവസം എന്നുള്ളൊരു മീനിങ്ങിലേക്കാണ് വരിക. സോ സിർക്ക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന അപ്രോക്സിമേറ്റ്ലി എന്നുള്ളൊരു മീനിങ്ങിലാണ്. പിന്നെ എട്ടാമത്തെ എന്ന് പറയുന്നത് ഉണ്ടർ അന്തേരം എന്നുള്ളതാണ് എട്ടാമത്തെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. അതായത് മീനിങ് വരുന്നത് എമംഗ് അതേഴ്സ് അല്ലെങ്കിൽ അതർ തിങ്സ് എന്നുള്ള മീനിങ് ആണ് അതിന് വരുന്നത്. സോ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ mit dieser App kannst du unter anderem deine Sprachenfokussen, അതായത് എമംഗ് അതേഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊരു പ്ലസ് പോയിന്റ് പോലെ എന്താ പറയുക, unter anderem deine Sprachenfokussen നിങ്ങൾക്ക് സ്പീക്കിംഗ് കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മീനിങ്ങിലാണ് എന്തായിരുന്നു ഉണ്ടർ അന്തേരം വരുന്നത്. ഉണ്ടർ അന്തേരൻ്റെ മീനിങ് എന്ന് പറയുന്നത് എമംഗ് അതേഴ്സ് അല്ലെങ്കിൽ അതർ തിങ്സ് എന്നുള്ള മീനിങ് ആണ്. സോ നമ്മൾ എക്സാമ്പിൾ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ mit dieser App kannst du unter anderem deine Sprachenfokussen. സോ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് എമംഗ് അതേഴ്സ് അതർ ബെനിഫിറ്റ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്പീക്കിംഗ് കൂടെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ അബ്രിവിയേഷൻ്റെ ഒരു മീനിങ് പറയാം. സോ ഉണ്ടർ അന്തരത്തിൻ്റെ മീനിങ് എമംഗ് അതേഴ്സ് അല്ലെങ്കിൽ അതർ തിങ്സ് എന്നാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നതാണ് ഇവൻറ്റുവാൽ പറയാം. സോ മീനിങ് വരുന്നത് മേ ബി എന്നുള്ളൊരു മീനിങ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി ആർ യൂസിങ് ദ ടേമിൻ ഇവൻറ്റുവാൽ ഫെർഷൈവൻ എന്നുള്ളൊരു ഇതാണ്. സോ ഇത്രയുമാണ് ജർമ്മനിൽ ഒരു 9 അബ്രിവിയേഷൻസ് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇതുകൂടാതെ കുറേ അബ്രിവിയേഷൻസും കൂടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാവും.